അത് ശുദ്ധീകരണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സമുദ്രങ്ങൾ എല്ലാം കൂടിയാൽ ഉണ്ടാകുന്ന അത്രയും വിസ്താരത്തിലുള്ളതായ ഒരു വലിയ സ്ഥലമാണ് ഈ ശുദ്ധീകരണം. അവിടെ നൂറുകണക്കിനല്ല കോടിക്കണക്കിന് മില്യൺസ് ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ തീഗോളങ്ങൾ കാണുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരരെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ശുദ്ധീകരണ സ്ഥലമുണ്ടോ, ഇങ്ങനെ പലവിധ തർക്കങ്ങളും അവ്യക്തതകളും കലക്കങ്ങളും നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ വിചിന്തനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ജോസ് മണിയങ്ങാട്ട് അച്ഛൻ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സെയിൻറ്റ് അഗസ്റ്റിൻ രൂപതാംഗമാണ്. അച്ഛൻ്റെ യൂക്രിസ്റ്റിക് ഹീലിംഗ് മിനിസ്ട്രിയിലൂടെ നിങ്ങൾ പലർക്കും തന്നെ അച്ഛന് നല്ല പരിചയമുണ്ടല്ലോ. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട തോമസ് വാഴജാരിക്കൽ അച്ഛൻ പാലാരൂപതയുടെ മൗണ്ടൻ അബൂ ധ്യാന കേന്ദ്രത്തിൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നിങ്ങൾ പലർക്കും അച്ഛനെ പരിചയമുണ്ടല്ലോ. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോസ് അച്ഛാ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു പങ്കുവയ്ക്കൽ യൂട്യൂബിൽ കാണാനിടയായി. അതിനെക്കുറിച്ച് അച്ഛൻ കുറച്ച് ചുരുങ്ങിയ വാക്കുകൾ പങ്കുവയ്ക്കാമോ? അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതിന് മണിക്കൂർ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുങ്ങിയതായിട്ട് പറയാം. ഞാൻ പാലാരൂപതയിൽ ജനിച്ച് രൂപതയിൽ അച്ഛനായി. ഇപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ രൂപതയിൽ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റാണ്. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രി ആണല്ലോ, ഹീലിംഗ് മിനിസ്ട്രിയിലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി ആദ്യം ഞങ്ങളോട് പറയുന്നു. ഇത് സംഭവിച്ചത് 1985 ഏപ്രിൽ 14 ഒരു വിഷു ദിവസമാണ്, ഹിന്ദുക്കളുടെ ഒരു ഫെസ്റ്റിവൽ. അന്ന് ഡിവൈൻ മേഴ്സി സൺഡേ ആണ്, അന്നത്ര പോപ്പുലറല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ നടുവിലെ സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്ന് ആലക്കോടടുത്തൊരു പള്ളിയിലേക്ക് ഞാൻ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ അന്ന് വിഷു ആഘോഷിച്ച് പിന്നെ കണ്ടുപിടിച്ച് ഒരു വ്യക്തി ജീപ്പിൽ വന്ന് എൻ്റെ മോട്ടോർ സൈക്കിൾ ഇടിച്ചു. ആഴിയോടി എത്തരിച്ച് ഫോൺ കമ്പി തട്ടി നിരത്തി വീണു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈയും കാലുകളിലും ഒടിഞ്ഞു. ഒത്തിരി മുറികളുണ്ടായ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് അന്നേരമാണ് എൻ്റെ മനോധാരണ ജീവിത അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ആത്മാവ് വേർപെടുകയും ഞാൻ എൻ്റെ കാവൽ മാലാഖയെ കാണുകയും കാവൽ മാലാഖ പറഞ്ഞു, കർത്താവിന് നിനക്കൊരു സന്ദേശം തരാനുണ്ട്, അവിടെ എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരീരം രക്തത്തെ കുടിച്ച് കിടക്കുന്ന കണ്ടു, ആൾക്കാരിങ്ങനെ വേണ്ടി കരയുന്ന കണ്ടു. പക്ഷെ അതിലെല്ലാം ഇട്ടേച്ച് മാലാഖയോട് ഞാൻ പോകുന്ന വഴിക്ക് എന്നോട് മാലാഖ പറഞ്ഞു, അച്ഛനെ സ്വർഗത്തിൽ വരുന്നതിന് മുമ്പ് നരകവും ശുദ്ധീകരണവും കാണിച്ചു വരണമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം അതിനുശേഷം നമുക്ക് ആദ്യം നരകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നരകത്തിലുള്ള ജീവിതത്തെപ്പറ്റി പറയാൻ ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ യൂട്യൂബിൽ കൂടെ കാണാം. എൻ്റെ യൂട്യൂബിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്, ഈ ജീവിതത്തെപ്പറ്റിയുണ്ട്. പിന്നെ അതുകൂടാതെ എൻ്റെ വെബ്സൈറ്റിൽ ഇൻഫെർണോ എന്നും പറഞ്ഞ ഒരു ചെറിയ മൂവിയുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ മരണ ജീവിതത്തിൽ ഉള്ള കാര്യത്തിൽ ശുദ്ധീകരണാത്മാക്കളെ പറ്റിയുള്ള പലർക്കും തർക്കങ്ങളുണ്ട്. പലരും വിശ്വസിക്കുന്നില്ല. കത്തോലിക്കരൊട്ടും അതിൻ്റെ അത് വിശ്വാസമില്ല. അതുപോലെ കത്തോലിക്കരുടെയും അതിൻ്റെ സംശയങ്ങളുണ്ട്, ശുദ്ധീകരണ ശ്രമമില്ല. അപ്പം അതിനെപ്പറ്റിയാണ് ഞാനിപ്പം ഈ സമയത്ത് ചുരുങ്ങിയ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നരകത്തിലെ അത് കഴിഞ്ഞിട്ട് ഈ മാലാഖ എന്നെ പിന്നെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ശുദ്ധീകരണ സ്ഥലം ഞാനിങ്ങനെ സെമിനാരി പഠിച്ചിട്ടുണ്ട്. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു അങ്ങനെ ഐഡിയ എൻ്റെ നേരത്തെ ഉണ്ട്. പക്ഷേ ഇപ്പം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. അത് ശുദ്ധീകരണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സമുദ്രങ്ങൾ എല്ലാം കൂടിയാൽ ഉണ്ടാകുന്ന അത്രയും വിസ്താരത്തിലുള്ളതായ ഒരു വലിയ സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. അവിടെ നൂറുകണക്കിനല്ല കോടിക്കണക്കിന് മില്യൺസ് ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ തീഗോളങ്ങൾ കാണുന്നു. അങ്ങനെ ആ ചൂടിൽ അവരിങ്ങനെ അവിടെ സഹനം അങ്ങനെ അതാണ് ശുദ്ധീകരണ സ്ഥലം. പ്രകൃതി പറഞ്ഞ പ്ലേസ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരിക്കുന്ന സ്ഥലം. അങ്ങനെ ആൾക്കാർ ശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ്. അവിടെ ആളുകൾ നരകത്തിലെ പോലെ അവിടെ വഴക്കോ എല്ലിങ്ങോ സ്ക്വാർലിങ്ങോ
അതുപോലെ ദൈവശാപങ്ങൾ അവിടെയൊന്നുമില്ല. അവർ സഹനിക്കുകയാണ്, സഹിച്ച് അവരുടെ ആ ഹൃദയത്തിലുള്ള പാപക്കറകൾ മാറ്റി മിസ്റ്റിക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടത് അവിടെ ഏറ്റവും വലിയ വിഷമം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഇതില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടു, മാതാവ് അവർ വരികയും ആശ്വസിപ്പിക്കുക, കാരണം മാതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാം. അത് ഞാൻ കണ്ടു. അതുപോലെ ശുദ്ധീകരണ തലത്തിൽ നരകത്തിലെ പോലെ തന്നെ 7 തരത്തിലുള്ള സഹനങ്ങളാണ്. 7 തരത്തിലുള്ള ആ സഹനത്തിൽ എത്രയോ മാരഭാവങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നു. ആ സമയത്ത് നമ്മൾ അവസാന നിമിഷത്തിൽ നമ്മൾ മനസ്തപിക്കുമ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ നരകത്തിലേക്ക് വിടുകയില്ല. പക്ഷേ ശുദ്ധീകരണത്തിൽ പോയിട്ട് ചിലപ്പോൾ വർഷങ്ങളോടും കിടക്കേണ്ടി വരും. എത്ര നമ്മൾ പാപങ്ങൾ ചെയ്തോ അതിനനുസരിച്ചുള്ള ദൈർഘ്യം ഉണ്ടാകും. അവിടെ ഉള്ള അനുഭവിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇവിടെ നമ്മുടെ ഇവിടെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അവർ നമ്മുടെ പീഡാസങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിൽ നമുക്ക് ശുദ്ധീകരണം ഇവിടെ സാധിക്കും. കുറേയൊക്കെ ഭാഗത്ത് അവിടെ നമുക്കായിട്ടൊന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യാനും സാധിക്കില്ല. അതാണ് ഞാൻ കണ്ട ഒരു പ്രശ്നം. അതുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടി. നരകത്തിലുള്ള ആൾക്കാർ സംസാരിക്കാനുള്ള എനിക്ക് അനുവാദമില്ലായിരുന്നു. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സംസാരിക്കേണ്ട അവസരം കിട്ടി. അവിടെ ഞാൻ അറിയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അച്ഛന്മാരായിട്ടും മെത്രാന്മാരായിട്ടും സിസ്റ്റേഴ്സായിട്ടും ആൾക്കാരായിട്ടുമുള്ള അറിയുന്ന ആൾക്കാരെ കണ്ടു. അപ്പം അവരേക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് ഞങ്ങൾ നേരത്തെ സ്വർഗത്തിൽ പോകും. ഞങ്ങളുടെ ആ പിഴകളുടെ ആ സമയം അത് ലഘൂകരിക്കും, അതിൻ്റെ ആ ദൈർഘ്യം കുറയ്ക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ സ്വർഗത്തിൽ പോവുകയും അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വിസ്തരമായിട്ടാണ് ഞങ്ങൾ അവിടെ സ്വീകരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ പ്രത്യുപകാരം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്രയും ആളുകളെ പ്രാർത്ഥിച്ച് നമ്മുടെ അതിനെപ്പറ്റി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അവർ നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രാർത്ഥന വഴിയായിട്ട് അവരെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുമ്പോൾ അവർ അവിടെ നമുക്ക് വേണ്ടി നിത്യവും എല്ലാ സമയവും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. പിന്നെ ഒന്ന് ശുദ്ധീകരണാത്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, നമുക്കറിയാം നമ്മുടെ സഭയെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകസഭ മാത്രമല്ല. അതിന് നമ്മൾ പറയുന്നത് നമ്മളിവിടെ സമരസഭ, നമ്മൾ സാധാരണമായുള്ള യുദ്ധത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇന്നും എനിക്ക് അനുഭവം ഉണ്ടായി. എന്ന് പറയുന്നത് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ആ യുദ്ധത്തിലാണ് ബന്ധനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് അത് നമ്മുടെ ബന്ധങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്ക് ഈ ശുദ്ധീകരണാർക്ക് വേണ്ടി കാഴ്ചവെക്കാം. അങ്ങനെ അവർക്കും നല്ലതാണ്. നമ്മുടെ പാപമോചനത്തിനും വിശദീകരണത്തിനും സ്വർഗീയ മഹത്വത്തിനും നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും നമ്മുടെ സഹനങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിലുള്ള സമര സമയമാണ് ഇവിടെ. അതിനുശേഷം അവിടെയുള്ള ശുദ്ധീകരണത്താണ് ഉള്ളത് സഹനസഭ. അവർ സഹിക്കുകയാണ്, എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ നമ്മൾ സ്വർഗത്തിലേക്ക് കയറ്റുക. കാരണം പിന്നെ ഉള്ളത് സ്വർഗത്തിലുള്ളത് വിജയസഭ. അങ്ങനെ 3 സഭകളാണ്. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളാണ്, ഭൗതീശ്വരത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഐക്യത്തിൽ, പുണ്യാത്മാരുടെ ഐക്യത്തിൽ നമ്മുടെ ഈ ഐക്യം ഉണ്ടാകണം. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വളരെ കടമയുണ്ട്. നമ്മൾ പലരും അറിയുന്നില്ല. കാരണം പലരും ഇന്ന് നേരത്തെ നമുക്ക് പറഞ്ഞത് കേട്ടതുപോലെ പല ആളുകളും, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് ആളുകൾ ഒട്ടും അവരുടെ പുസ്തകങ്ങൾ 7 പുസ്തകങ്ങൾ എടുത്തു കളഞ്ഞു. ശുദ്ധീകരണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മക്കയുടെ പുസ്തകം 2ാമത്തെ ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ എടുത്ത് മാറ്റി. അതുകൊണ്ട് അങ്ങനെ ശുദ്ധീകരണത്തിൽ അവരൊട്ടും വിശ്വസിക്കുന്നില്ല. പിന്നെ അവർ നരകത്തിനും ശുദ്ധീകരണത്തിനും വിശ്വസിക്കുന്നവരുണ്ട്. ആ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി വ്യക്തമായിട്ട് ഇവർ പറയുന്ന ബൈബിളൊന്നും ഇല്ല അവർ പറയും. കാരണം ബുക്ക് എടുത്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കട. ഇപ്പോൾ ഒരു ചാരിറ്റബിൾ വർക്കാണ്. കോർപ്പറേറ്റ് ഒരു മേഴ്സിയാണ്, സ്പിരിച്വൽ മേഴ്സി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രത്യേകം കടമയാണ് ദൈവം മുമ്പിൽ. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെയല്ല ആർക്കും. ഞാനിപ്പം എല്ലാ ദിവസവും കുർബാനയിലും അല്ലാത്തവൻ്റെ ആരാധന സമയത്തൊക്കെ ശുദ്ധീകരണാത്മാക്ക് വേണ്ടി പ്രത്യേകം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം എനിക്ക് പ്രത്യേക ഒരു അനുഭവമുണ്ട്. പല ആളുകളിങ്ങനെ പിന്നെ ശുദ്ധീകരണത്തിൽ നിന്ന് വന്ന് കുർബാനയ്ക്ക് സംബന്ധിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ കുർബാന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമാകുന്ന എനിക്ക് തെളിവാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പം നമ്മളെങ്ങനെ അവരെ നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് വിടാൻ സാധിക്കും എന്നുള്ളത്, ഒന്നാമത് നമ്മൾ പലപ്പോഴും നമ്മൾ കുർബാനയിലിരിക്കില്ലേ,
നമ്മൾ അവർക്ക് വേണ്ടി ശുദ്ധികൾ അവർക്ക് വേണ്ടി കുർബാന ഇരിക്കും. കുർബാന ഏറ്റവും വലിയ എല്ലാ പ്രാർത്ഥനകളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. അവിടെ കുർബാനയിൽ പ്രാർത്ഥിക്കും. ഈ കുർബാന നമ്മൾ ചെല്ലി നമുക്ക് കുർബാന കണ്ട് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൊന്ത ചെല്ലുമ്പോൾ കണ്ണക്കൊന്ത ചെല്ലുമ്പോൾ നമുക്ക് അത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും. പിന്നെയല്ല നമ്മുടെ സഹനങ്ങൾ, നമ്മളിപ്പം പോകുമ്പോൾ ഒരു സഹനം വരും, രോഗത്താലോ മാനസികമായ പീഡകളോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പലതരത്തിലുള്ള പീഡകൾ ഉണ്ടാകുമല്ലോ. ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം ഉണ്ടാകും. അത് നമ്മൾ ശപിച്ച് ദൈവത്തെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാതെ അത് നമ്മൾ കാഴ്ചവെക്കുക, ഓഫറിങ്. അങ്ങനെ ഭർത്താവ് പീഡാസമത്ത് കാഴ്ചകൊണ്ട് നമുക്ക് കാഴ്ചവെക്കുമ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കുക. അങ്ങനെ അവരെ നമുക്ക് ഒത്തിരി പേര് നമ്മൾ സ്വർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ, അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇന്നത്തെ എൻ്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹനങ്ങളും എല്ലാം ശുദ്ധീകരണത്തിൽ ആത്മാക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്ന കുടുംബത്തിലുള്ളവരും മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്തവർ, അങ്ങനെ ആളുകൾ, അങ്ങനെ അവരെ ഉദ്ദേശിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് ഇപ്പോൾ ഉള്ള കാര്യം. പിന്നെ അവിടെ ഞാൻ പറഞ്ഞു, അവിടെ 7 തരത്തിലുള്ള സഹനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര ഭാരവാങ്ങൾ കൂട്ടുന്നു അതിനനുസരിച്ചുള്ളതായ ദൈർഘ്യം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവിടെ ദൂരവും സമയമൊന്നുമില്ല. ഇവിടെ വിട്ട് കഴിഞ്ഞ് നമ്മളിവിടെ പറയുന്ന നോക്കുമ്പം ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആകാം. പക്ഷേ ഇറ്റാണത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. ഇറ്റാണത്ത് പറഞ്ഞാൽ ഇപ്പോൾ 1000 വർഷമെന്നോ ഒരു ലക്ഷം വർഷം പറഞ്ഞാൽ ഇറ്റാണത്തിൽ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. നമ്മളത് ചെയ്യുക. അതുകൊണ്ട് ഞാനിപ്പം ഇതിന് ശേഷം ഞാൻ പോകുന്ന പ്രശ്നങ്ങളിലും ധ്യാനങ്ങളിലും എല്ലാം സൂചിപ്പിക്കും, ശുദ്ധീകരണാത്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ എനിക്ക് എൻ്റെ അനുഭവമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം കിട്ടാറുണ്ട്. ഇത്രയും ആൾക്കാർ നമ്മൾ കയറ്റിയെടുത്ത ചാരിറ്റിയാണ്. അവർ വേദനയ്ക്കൊണ്ട് അവർ നിലവിളിക്ക് പൊളയുകയാണ്, അവർ കരയുകയാണ്. നമ്മൾ അവരോട് സഹതാപമുണ്ടാകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു കടമയുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്വർഗത്തിൽ പോകുന്ന വഴിയാണ്. അതേപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. അച്ഛൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചല്ലോ, കാവൽ മാലാഖ പറഞ്ഞു സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞു നീ നരകവും ശുദ്ധീകരണ സ്ഥലം കണ്ടിട്ട് കൊണ്ടുവരാനാണ് ഈശോ പറഞ്ഞതെന്ന്. അപ്പം അച്ഛന് സ്വർഗദർശന അനുഭവം ഉണ്ടായപ്പോൾ ഈശോ എന്താണ് അച്ഛനോട് പറഞ്ഞത്? അതൊന്ന് ചുരുങ്ങിയ വാക്കുകൾ പറയാമോ? ഞാൻ അത് വിഷയമാകാത്തതുകൊണ്ട് പറയാം. ഇങ്ങനെ ചുരുങ്ങിയ വാർത്ത പറയാം. കാരണം ഇങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു വലിയ ടണലിൽ കൂടെ ഞാൻ പോകുന്നു. വലിയ ടണലിൽ കൂടെ പോകുന്നു. കാവൽമാല കൂടെയുണ്ട്. എന്നിട്ട് സ്വർഗ്ഗവാതിൽ തുറക്കുന്നു. അങ്ങനെ സ്വർഗത്തിലുള്ള മാലാഖന്മാരുടെയും അവിടെ വിസ്തരുടെയും ഗാനങ്ങൾ, സ്വർഗീയ ഗാനങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ പോകുന്നത്. എന്നിട്ട് മാലാഖ എന്നെ ഈശോയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. അപ്പോൾ മാതാവുണ്ട്, യേശുപിതാവുണ്ട്, മറ്റ് പല വിശുദ്ധന്മാരെ കാണാൻ ഇടയായി. അപ്പോൾ ഈശോ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടും ലോകത്തേക്ക് വിടുകയാണ്. നിൻ്റെ രണ്ടാമത്തെ ജീവിതത്തിൽ ഇത് രണ്ടാം ജീവിതമാണ്, മരിച്ചയാളല്ലേ, രണ്ടാം ജീവിതത്തിൽ നീ വിദേശ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും വിദേശ ഭാഷകൾ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് നീ നന്മയും ചെയ്യും. അപ്പോൾ നീ പോകുമ്പോൾ നിനക്കുള്ള പ്രത്യേകമായിട്ടുള്ള എൻ്റെ കൃപ ഉണ്ടാകും. വിടുതലിൻ്റെയും രോഗശാന്തിയുടെയും അതുപോലെ സമാധാനത്തിൻ്റെയും ഉപകരണമായിട്ട് ഞാൻ വിടുന്നു. അങ്ങനെ വിശ്വാസത്തോട് വരുന്നവർക്ക് അവർക്കെല്ലാം എൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാതാവ് അന്നേരം എവിടെയാണ് മാതാവ് പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, നിൻ്റെ പ്രവർത്തനങ്ങൾ ഞാനെപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ കാവൽമാല പറഞ്ഞു, നമുക്ക് കർത്താവിനെ അനുസരിക്കാം. കർത്താവിൻ്റെ കൽപ്പന പോലെ നമുക്ക് ലോകത്തേക്ക് പോകാം. ആ സമയത്ത് എൻ്റെ മൃതശരീരം ഇവിടെയുണ്ട്, മോർച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരൊരുങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് മോർച്ചറിലേക്ക് എൻ്റെ ആത്മാവ് പ്രവേശിക്കുകയും അങ്ങനെ ഒത്തിരി കുറേ ചട്ടങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ യൂട്യൂബ് കൂടെ കണ്ട് ബാക്കി മനസ്സിലാക്കുക. അച്ഛന് ആത്മീയ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണല്ലോ. ഇപ്പം നമ്മുടെ ജോസ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും അതുപോലെ സഭയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ അതൊന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട ജോസ് അച്ഛന് വളരെ ശക്തമായൊരു ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവച്ച കാര്യങ്ങൾ
അതായത് നരകത്തിൽ സന്ദർശനത്തിന് പോയി അദ്ദേഹം വിശദീകരിച്ചില്ലെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ കാണുന്നത്, അതുപോലെ സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ കിട്ടുന്നത്, പിന്നെ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട് ശുശ്രൂഷയിപ്പോൾ ആയിരിക്കുന്നത്, അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപ്പെടുത്തലുകളോടും സഭയുടെ പ്രബോധനങ്ങളോടും ഒപ്പം അനേക വിശുദ്ധരുടെ പങ്കുവയ്ക്കലുകളോടും എന്ന് മാത്രമല്ല ഈ നാളുകളിൽ ജീവിക്കുന്ന ആത്മീയതയിൽ ആഴപ്പെട്ടു പോകുന്ന അനേകർക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളെല്ലാം ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അച്ഛനുണ്ടായ അനുഭവം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മരിച്ചുവെന്ന് ഡോക്ടർമാർ വിധി എഴുതി ക്ലിനിക്കലി ഡെഡ് ആയാണ് എന്ന് പറഞ്ഞ് അച്ഛനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. ആ സമയത്താണ് തിരിച്ച് ജീവനിലേക്ക് വരുന്നത്. അങ്ങനത്തെ അനുഭവങ്ങൾ കടന്നു പോകുന്ന അനേക വ്യക്തികളെക്കുറിച്ചുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നൊരു പുസ്തകം തന്നെ വിശദമായിട്ടുള്ളതുകൊണ്ട് അനേക കേസിൽ പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് വായിക്കാനും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്നും പോയിട്ട് നിത്യതയുടെ കുറേ കാര്യങ്ങൾ കണ്ടിട്ട് പിന്നെ തിരിച്ചു വരാൻ ഇടവരുന്ന വ്യക്തികൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ അച്ഛൻ നിൽക്കുന്നത്. ഞാനും സെമിനാരി പഠിക്കുമ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു സെമിനാരിക്കാരൻ ആശുപത്രിയിൽ അഡ്മിറ്റായി മഞ്ഞപ്പിത്തം വന്ന് വല്ലാണ്ടായി മരിച്ചുവെന്ന് ഞങ്ങൾക്ക് സെമിനാരിയിൽ റെക്ടേഴ്സിന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജീവനിലേക്ക് വന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ ആ വ്യക്തി പിന്നീട് അദ്ദേഹം അച്ഛനാണ് പാലാരൂപതയിൽ. അദ്ദേഹം ഇതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങൾ മരിച്ച ആശുപത്രി ഇങ്ങനെ മരണത്തിലേക്ക് പോയതായി ഡോക്ടർമാർ പറയുമ്പോൾ പങ്കുവെച്ചത് പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പങ്കുവെച്ചതായ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ മേഖല അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് സഭയുടെ പ്രബോധനത്തിൽ മരണശേഷമുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന അനുഭവം, നരകത്തിലേക്ക് പോകുന്ന അനുഭവം, ശുദ്ധീകരണത്തിൽ കടന്നു പോകുന്ന അനുഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തം വചന റെഫറൻസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നരകാഗ്നി ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള അനേക വചന സൂചനകളും നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് അച്ഛൻ പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതൽ ചിന്തിക്കുന്നത്. ശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ച് അച്ഛനവിടെ കണ്ടപ്പോൾ അനേക കടലുകൾ ഒരുമിച്ച് വിശാലമായിട്ട് ചേർന്ന് കിടന്നാൽ എന്ന പോലെയുള്ള വിസ്തൃതമായ ഒരു അഗ്നി കടൽ, അതിലിങ്ങനെ സഹിക്കുന്ന ആൾക്കാരെക്കുറിച്ച് അച്ഛൻ കണ്ടതായിട്ട് പറയുകയുണ്ടായി. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ സഭ തന്നെയും ശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കാനായിട്ട് പിതാക്കന്മാർ ഉപയോഗിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം കോരിന്തോസ്യരുടെ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് 13, 14, 15 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളത് എന്ന് പരസ്യമാകുന്ന ഒരു ദിവസം, അത് കർത്താവിൻ്റെ ദിനമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. അഗ്നിയെക്കുറിച്ച് പരാമർശം കാണാനായിട്ട് പറ്റും. അത് വീണ്ടും വായിക്കുകയാണ്: ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കും. വീണ്ടും പറയുകയാണ്: ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ അഗ്നിയിലൂടെ കടന്നുപോയി രക്ഷയിലേക്ക് വരുന്ന ഒരനുഭവത്തെക്കുറിച്ച് പറയുന്ന ഈ വചനഭാഗം സഭാപിതാക്കന്മാർ അനേകർ ഈ ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്ന് രക്ഷയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് സഭയുടെ മതപര ഗ്രന്ഥത്തിലും ഈ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പെർഗേറ്ററി ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും പണിയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ പണിയെന്ന് പറയുന്നത് ഭൂമിയിൽ നമ്മളായിരിക്കുമ്പം നമ്മൾ ഏർപ്പെടുന്നതായ ജീവിത വ്യാപാരങ്ങളാണ്. ഇവിടെ ഈ പറഞ്ഞ വചനഭാഗത്ത് തൊട്ട് മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ വയലും വീടുമാണ്, യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു, അതിന്മേൽ ഞാൻ പണിതുകൊണ്ടിരിക്കുന്ന അപ്പസ്തലൻ പറയുകയാണ്, നിങ്ങളും അതിന്മേൽ പണിയണം. എന്നിട്ട് അപ്പസ്തലൻ പറയുന്നുണ്ട്, ഓരോരുത്തരും എപ്രകാരമാണ് പണിയുന്നത് ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. എന്ന് വെച്ചാൽ ജീവിതത്തിലായിരിക്കുമ്പോൾ എപ്രകാരമാണ് ജീവിതത്തിൻ്റെ ചെയ്തികൾ ചെയ്തുകൊണ്ട് നീങ്ങുന്നത് എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കാനായിട്ട് പറയുകയാണ്. എന്നിട്ട് അപ്പസ്തലൻ വീണ്ടും പറയുകയാണ്, 2 രീതിയിൽ ഭൂമിയിലായിരിക്കും നമുക്ക് പണിയാനായിട്ട് പറ്റും. അദ്ദേഹം 6 വസ്തുക്കൾ ഉപയോഗിച്ച് പണിയെക്കുറിച്ച് പറയുന്നുണ്ട്: സ്വർണം, വെള്ളി, രത്നങ്ങൾ.
അതിൻ്റെ പ്രത്യേകത അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ നശിച്ചു പോവുകയല്ല. വീണ്ടും അദ്ദേഹം പറയുകയാണ്, തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിയാനായിട്ട് പറ്റും. അവ കൊണ്ട് പണിയുമ്പോൾ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ കത്തിക്കരിഞ്ഞ് പോകും. തുടർന്നാണ് അദ്ദേഹം അഗ്നിയിലൂടെ കടന്നു പോകുമ്പം ആരുടെ പണി അഗ്നിക്കരിയാകുന്നവ നഷ്ടം നയിക്കേണ്ടി വരും, ആരുടെ പണി അഗ്നിയിൽ കടന്ന് അപ്പുറത്ത് പോകുന്ന ഒരു സമ്മാനിതനാകും എന്ന് പറയുകയാണ്. പക്ഷെ നഷ്ടം സഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അവസരം പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്, അഗ്നിയിലൂടെ കടന്ന് രക്ഷയിലേക്ക് വരും, പക്ഷെ നഷ്ടം സഹിക്കേണ്ടി വരും. ഇതാണ് ശുദ്ധീകര അഗ്നിയെക്കുറിച്ചോ ശുദ്ധീകര അനുഭവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പിതാക്കന്മാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടൊരു വചനഭാഗം. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന മറ്റ് ഒരു വചനഭാഗമാണ് നമ്മൾ സുവിശേഷത്തിൽ, ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, നീ വഴിയിൽ വെച്ച് തന്നെ വിധിയാളൻ്റെ പക്കലേക്ക് പോകുമ്പം ശത്രുവിനുമായി രമ്യതപ്പെട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ ലൂക്ക 12:57 മുതലാണ്. അപ്പോൾ അവിടെ വഴിയെന്ന് പറയുന്നത് ജീവിത യാത്രയുടെ വഴിയാണ് എന്നും വിധിയാളൻ എന്ന് പറയുന്നത് വിധിയാളനായ ഈശോയാണെന്നും ശത്രു കൂടെ വരുന്ന ശത്രു അത് പാപമുള്ള വ്യക്തികളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്ന ശത്രുവായ പിശാചാണ് എന്നുമാണ് വ്യാഖ്യാനം. അതേപോലെ വായിക്കുമ്പോൾ തുറന്ന വാക്യത്തിൽ പറയുകയാണ്, നീ ഭൂമിയിലായിരിക്കുമ്പം ശത്രുവിന് അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം തീർക്കുന്നില്ല എങ്കിൽ, പാപം പിശാചിന് അവകാശപ്പെട്ട പാവമാണല്ലോ, അതെല്ലാം തീർത്തെടുക്കുന്നില്ല എങ്കിൽ നീ ഒരു തടവറയിൽ അടയ്ക്കപ്പെടും, അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. അപ്പോൾ ഈ അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ പുറത്തു വരാൻ പറ്റുകയില്ലാത്ത തടവറ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ സൂചനയാണ് എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, അതായത് സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പാപം ഒഴികെയുള്ള മറ്റു പാപങ്ങൾ ഇവിടെ വെച്ച് ക്ഷമിക്കപ്പെട്ടില്ല എങ്കിൽ പോലും, തീർന്ന് കിട്ടുന്നില്ല എങ്കിൽ പോലും വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടും. മരണത്തിന് ശേഷം അതെവിടെയാണ്, എങ്ങനെയാണ്? അത് ശുദ്ധീകരണ സ്ഥലമാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മരണശേഷമുള്ള ഒരു വിശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ചുള്ള സൂചനയായിട്ട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. ശുദ്ധീകര സ്ഥലത്തെക്കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1030, 1031, 1032 ഖണ്ഡികളിലാണ് നമ്മളിതേക്കുറിച്ച് വായിക്കുന്നത്. 1030-ാമത്തെ നമ്പറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, all who die in God's grace and friendship but still imperfectly purified. ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുന്നു മരിക്കുമ്പം അങ്ങനെയുള്ളവർ, പക്ഷേ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവർ ആർ ഇൻഡീഡ് അഷ്യൂർഡ് ഓഫ് ദെയർ എറ്റേണൽ സാൽവേഷൻ, സ്വർഗ്ഗം ഉറപ്പായവരാണ്. ബട്ട് ആഫ്റ്റർ ഡെത്ത് ദേ അണ്ടർഗോ പ്യൂരിഫിക്കേഷൻ. മരണത്തിന് ശേഷം അവർ ഒരു ശുദ്ധീകരണത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സോ ആസ് ടു അച്ചീവ് ദ ഹോളിനെസ് നെസസറി ടു എൻ്റർ ദ ജോയ് ഓഫ് ഹെവൻ. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗത്തിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തക്ക രീതി ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്ക് വളരെ സുപരിചിതമാണല്ലോ ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ തിരിച്ച് അനുദപിച്ച് വരുമ്പോൾ തന്നെ അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പൻ്റെ സ്നേഹത്തിലാണ് അവൻ. പക്ഷെ അപ്പൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചത് കൊണ്ട് മാത്രം അവൻ ആ വീടിന് ചേർന്ന മോനായിട്ട് മാറുന്നില്ല. അപ്പം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കഴിയുമ്പോഴും അവന് ഇങ്ങനെ പന്നിക്കൂട്ടിൽ നിന്നുള്ള നനഞ്ഞൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവുമായിട്ട് ദയനീയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അപ്പൻ അവനെ നേരെ അകത്ത് കയറ്റാതെ ജോലിക്കാരെ വിളിച്ചിട്ട് വേഗം അവൻ്റെ വസ്ത്രമെല്ലാം മാറ്റാൻ പറയുന്നു, കുളിപ്പിച്ച് വൃത്തിയാക്കാൻ പറയുന്നു, നല്ല ആഭരണം ഇടിയിക്കാൻ പറയുന്നു, ചെരുപ്പ് ഒരുക്കുന്നു, ചെരുപ്പ് കൊടുക്കുന്നു. അങ്ങനെയെല്ലാം ഒരു നീക്കം ശുദ്ധീകരണം നടക്കുകയാണ്. അപ്പോൾ അപ്പൻ്റെ ആലിംഗനത്തിലേക്ക് വന്നു, അപ്പനുമായിട്ടൊരു കൂട്ടായ്മയിലാണ്. പക്ഷേ ആ കൂട്ടായ്മയുടെ പൂർണ്ണതയിലേക്ക് അവൻ വരണമെന്നുണ്ടെങ്കിൽ അവനെ പന്നിക്കൂട്ടിലെ അതേ അവസ്ഥയിൽ കയറ്റാൻ പറ്റിയല്ല. അതുകൊണ്ട് ജോലിക്കാരെ ഏൽപ്പിക്കുകയാണ്.
അവൻ ശുദ്ധീകരണത്തിൻ്റെ ഒരു ഘട്ടം വരുന്നുണ്ട്, കുളിപ്പിച്ച്. ഇനി അങ്ങനെ അകത്ത് കയറ്റിയാൽ തന്നെയും പിന്നെ വിരുന്നാണല്ലോ അവിടെ. ആ വിരുന്നിലേക്ക് വന്നു കഴിയുമ്പോഴും ഇവന് പന്നിക്കൂട്ടി ഇത്ര നാൾ മഞ്ഞം കിടന്ന് അവൻ്റെ വയറെല്ലാം ഒട്ടി എരിഞ്ഞ് വല്ലാണ്ടായിട്ട് വന്നിരിക്കുന്നു. നല്ല വിഭവങ്ങൾ വെച്ച് കൊടുക്കുമ്പം അവനത് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി കഴിക്കാൻ തുടങ്ങിയാൽ തന്നെ കൊഴുത്ത കാളക്കുട്ടിയൊക്കെ വന്ന് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, കഴിക്കാൻ തുടങ്ങിയാൽ തന്നെ അവന് കഴിഞ്ഞ വർഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം അവൻ എത്ര കൊഴുത്ത് തൊടുത്ത് നല്ല രാജകുമാരനെ പോലെ ഇരുന്ന പയ്യനാണ്. ഈ അപ്പന് ചേർന്ന മോനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ എല്ലും തോലുമായിട്ട് ഏറ്റു നിൽക്കാൻ പോലും പറ്റാതെ ഒരു പിഷക്കാരനെ പോലെ കയറി വരുന്നത്. അപ്പോൾ അവന് ഇനി എത്ര നാൾ വീണ്ടും നല്ല ഭക്ഷണം കഴിച്ചാലാണ് ആ അപ്പന് ചേർന്നൊരു മോനായിട്ട് രാജകീയമായ തേജസ്സരായിത്തീരുക? അതിന് വീണ്ടും സമയമെടുക്കും. സമയം, അതാണ് ഈ കാലം, സമയം, അല്ല ഇംഗ്ലീഷിൽ ടെമ്പറൽ, ടൈം വൈസ്. പണിഷ്മെൻ്റ് അല്ല, അതൊരു ആവശ്യമാണ്. അപ്പോൾ അത് ബൈബിൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതാണ് സഭയുടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സഭ പഠിപ്പിക്കുമ്പോൾ തുറന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതായ ശുദ്ധീകര അഗ്നിയിലൂടെ കടന്നു പോയി പ്രകാശത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചും അതുപോലെ പശ്ചാത്തലമാരുടെ പാപം പിന്നെ ക്ഷമിക്കപ്പെടുന്നതിനെക്കുറിച്ചും എല്ലാം സഭയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ഇവിടെ സഭ വീണ്ടും മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ 1032 ഖണ്ഡികയിൽ സഭ വീണ്ടും പറയുകയാണ്, പഴയ നിയമത്തിൽ മക്കന്മാരുടെ പുസ്തകത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് യൂദാ മക്കബേൻ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു സംഭവം. അപ്പോൾ അവർ യുദ്ധത്തിൽ മരിക്കുമ്പോൾ വിഗ്രഹം കർപ്പിച്ച് യാമിനാലെ വിഗ്രഹം അർപ്പിച്ച അവയുടെ അടയാളം ചേർത്ത തകിടുകൾ ധരിച്ചുകൊണ്ട് 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയി അങ്ങനെ കൊല്ലപ്പെട്ടു. അവരുടെ പാപനിമിത്തമാണ് അവർക്ക് അപകടമുണ്ടായി തിരിച്ചറിയുന്ന യൂദാ മക്കബയൻ ഒരു പിരിവ് നടത്തി 12,000 ദ്രാഹം വിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് അവർക്ക് വേണ്ടി ബലി അർപ്പിക്കാനായിട്ട് അയച്ചു കൊടുത്തത് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ അച്ഛനിവിടെ പങ്കുവെച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അച്ഛൻ പറഞ്ഞായിരുന്നു പ്രൊട്ടസ്റ്റന്റുകാർ അവരുടെ ബൈബിളിൽ നിന്ന് മക്കബാരുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു മാറ്റിയപ്പോൾ മരിച്ചവരെക്കുറിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശം തന്നെ അവരുടെ വിശ്വാസത്തിൽ ഇല്ലാതായതിന് വലിയൊരു കാരണം ഈ പുസ്തകങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാവി തലമുറയ്ക്ക് അവർക്കത് അറിയത്തില്ല. അപ്പോൾ അച്ഛനിപ്പോൾ നമ്മുടെ CCCയിലും അത് തന്നെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സഭ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി ഭൂമിയിലുള്ളവർ പ്രാർത്ഥിക്കുമ്പം അവർക്ക് ആശ്വാസം കിട്ടുന്നു എന്നുള്ള ഒരു ചിന്ത, ബോധ്യം നമ്മുടെ കത്തോലിക്കാ സഭയുടെ മാത്രം കണ്ടുപിടുത്തമായിട്ടുള്ളതല്ല. അത് ബൈബിളിൽ കിടക്കുന്നത് ഈശ്വര കാലഘട്ടത്തിന് മുമ്പ് കിടക്കുന്നതാണ്. അതിനും അപ്പുറത്ത് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പം ആദ്യ അധ്യായത്തിൽ കാണാം, ജോബിൻ്റെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടി അവരുടെ സ്നേഹം ആഘോഷിക്കുമായിരുന്നു, വിരുന്നും കൂട്ടായ്മയൊക്കെ ആയിട്ട്. അങ്ങനെയുള്ള ഓരോ സെഷൻ കഴിയുമ്പോഴും 1-ാമത്തിന് വായിക്കുന്നുണ്ട്, ജോബ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കാര്യമല്ല എങ്കിൽ പോലും ആ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം മക്കൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ബോധ്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മാത്രമല്ല വ്യക്തിക്ക് കിട്ടുന്നത്, ആ വ്യക്തി ബന്ധപ്പെട്ട വ്യക്തികളുടെ പ്രാർത്ഥന ഇവർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ള ഒരു അകന്ന ആ ഒരു ചിന്തയുടെ പശ്ചാത്തലം അവിടെ നമുക്ക് ജോബിൽ കാണാൻ പറ്റും. അതിൻ്റെ ബാക്കി മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യൂദാ മക്കബേൻ ചിന്ത നമുക്ക് കാണാനാണ് സാധിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്ത് പോയ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. നമ്മൾ സമരസഭയാണ്, അവർ സഹനസഭയാണ്, സ്വർഗത്തിലെത്തുന്നവർ വിജയസഭയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛന് ഇത്തിരി വിശദീകരിക്കാമോ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും പ്രാചീന കാലഘട്ടമാറുള്ള വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് പുണ്യവാന്മാരുടെ ഐക്യം. അത് ബഹുമാനപ്പെട്ട ജോസഫ് പറഞ്ഞതുപോലെ അതിനകത്ത് 3 തലത്തിലാണ് പുണ്യവാന്മാരെ സഭ ദർശിക്കുന്നത്. വിജയസഭ, സഹനസഭ, സമരസഭ. ഇതേക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സമരസഭയിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വചനഭാഗങ്ങൾ ധാരാളമുണ്ട്. പൗലോസ് അപ്പോസ്തലനൊക്കെ എഫേസ്യസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ ആത്മീയ പോരാട്ടം അത് നമുക്ക് ബൈബിളിൽ നിരന്തരം കാണുന്ന കാര്യമാണല്ലോ. നമ്മൾ സമരത്തിലാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുൻപിലേക്കും
പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സൗഖ്യത്തിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായി വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വെച്ചാൽ വിശ്വാസം വഴി മാമോദിസ വഴി കടന്നു വരുന്ന വ്യക്തി, കടന്നു വരുന്ന കൂട്ടായ്മ പറ്റി പറയുകയാണ്. അവിടെ 21-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ച്, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹം 1, 2 സഭയിലേക്ക്, 2, 3 പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ പൊന്നുമാമയുടെ ഐക്യത്തിൻ്റെ സൂചന നമുക്ക് കാണാനായിട്ട് പറ്റും. പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ വിജയസഭയിലേക്ക് എത്തിയവരാണ്. അവരുമായുള്ള കൂട്ടായ്മയിലേക്കാണ് സഭയിലേക്ക് വരുന്ന വ്യക്തി വരുന്നത്. വീണ്ടും സഭയിലേക്ക് എന്ന് പറയുമ്പോൾ സമരസഭയാണ്. ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ മാമോദിസ മുങ്ങി സഭയിൽ അംഗമായിരിക്കുന്ന കൂട്ടായ്മയാണ്. ആദ്യം പറയുന്നതായ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്ക്, ഇതേക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്ക്. ആദ്യജാതൻ എന്നുള്ള വാക്ക് ഈശോയെക്കുറിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട് റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആദ്യജാതൻ എന്നുള്ള വാക്ക് ഈശോയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അനേകം സഹോദരരിൽ ആദിജാതനാകുന്നതിന് വേണ്ടിയിട്ട് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഈ ആദിജാതൻ എന്നുള്ള പ്രയോഗം നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും ഞങ്ങൾ കൃപയും സമാധാനവും. അപ്പോൾ മൃതരിൽ നിന്നുള്ള ആദിജാതൻ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കൊളോസോസ് ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 18-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ്, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്, അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. അപ്പോൾ ഈശോയെക്കുറിച്ച് ആദിജാതൻ എന്നുള്ള ആശയം റോമ 8-ലും വെളിപാട് 1-ലും കൊളോസോസ് 1-ലൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞത് 2 വചനഭാഗങ്ങളിൽ മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മരിച്ചവരുമായി ബന്ധപ്പെട്ട് ആദിജാതർ ഈ 2 ആശയങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ 23 നമ്മൾ ആദ്യം വായിച്ചത്. അവിടെ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദിജാതരുടെ സമൂഹത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ ആദിജാതർ എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഞാൻ വചനത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്ന് വിശദീകരിക്കാൻ നോക്കിയത്. അത് ആദിജാതൻ ഈശോയാണ്. പക്ഷേ ഈശോയെക്കുറിച്ച് പറഞ്ഞ് മരിച്ചവരെന്ന് ഉയർത്ത വ്യക്തി എന്നുള്ളതാണ്. അപ്പം ആദിജാതരുടെ സമൂഹം എന്ന് പറയുമ്പം റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ 29-ാം വാക്യം കണ്ടായി, അവൻ അനേക സഹോദരിൽ ആദിജാതനാകേണ്ടതിനാണ്. അപ്പോൾ അനേക സഹോദരിലെ ആദിജാതനാണ് ഈശോ എന്ന് പറയുമ്പം ആ സഹോദര് മരിച്ചവരിൽ നിന്നുള്ള സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരാണ് എന്നുള്ള സൂചന അവിടെ വരികയാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദിജാതർ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട പരിപൂർണരാക്കപ്പെട്ട സ്വർഗത്തിലുള്ളവരാണ്, വിജയസഭയാണത്. അപ്പോൾ നമ്മൾ വെളിപാട് 12:23 പറയുന്നതായ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്കുമെന്ന് പറയുമ്പോൾ അത് പേരെഴുതപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ സഭയിലുള്ള എല്ലാവരും സ്വർഗം ഉറപ്പായവരല്ല. സഭയിലേക്ക് വന്നു കഴിഞ്ഞവർ പോലും നാശത്തിലേക്ക് പോകുന്നവരുണ്ട്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയും സ്വർഗം ഉറപ്പായവരാണ്. ആദിജാതർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കാണുകയുണ്ടായി ആ വാക്ക് ഈശോയെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. അത് മൃതരിൽ നിന്നുള്ള ആദിജാതൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട മരിച്ചവർ എന്നൊരു ബന്ധം ഇവിടെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുകയാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടു മരിച്ചവരാണ്, പക്ഷേ പരിപൂർണരാക്കപ്പെട്ടിട്ടില്ല. പരിപൂർണരാക്കപ്പെട്ടതിനെക്കുറിച്ച് താഴെ പറഞ്ഞു കഴിഞ്ഞു. സഭയെക്കുറിച്ച് വേറെ പറഞ്ഞിട്ടുണ്ട് ഈ വാക്കിൽ തന്നെ. അപ്പോൾ സഭയെക്കുറിച്ച് പറയുന്നത് സമരസഭ, പരിപൂർണരാക്കപ്പെട്ടവർ വിജയസഭ, പേരെഴുതപ്പെട്ടുവെങ്കിലും മൃതരിൽ നിന്നുള്ള ആദിജാതരെന്ന് പറയുന്നിടത്ത് സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ശുദ്ധികര ആത്മാക്കളുടെ കൂട്ടായ്മ.
ശുദ്ധീകരണമാക്കേണ്ട സമൂഹം. അപ്പോൾ പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ മനോഹരമായൊരു വചന സൂചന നമുക്ക് ഈ ഹെബ്രായർ 12:23 കാണാനായിട്ട് സാധിക്കും. പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ചുള്ള ഈ ഒരു വ്യക്തതയിൽ നിന്നാണ് വിശ്വാസ പ്രമാണം നമ്മളത് ഏറ്റുപറയുന്നതും ആ ഒരു ഐക്യത്തിൻ്റെ കരുത്തിലാണ് ഈ സഹന അവസ്ഥയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന വഴി നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നതും. ജോസച്ച അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ശുദ്ധീകരണ സ്ഥലത്ത് പോയപ്പം അവിടെ വെച്ച് അവർ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച കാര്യം. അപ്പം അവരുടെ ഏറ്റവും വലിയ വേദന, സങ്കടം എന്താണ് അച്ഛാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആളുകൾ ഏറ്റവും വലിയ സങ്കടം, ഏറ്റവും വലിയ സഹനം ദൈവസാന്നിധ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് സാന്നിധ്യമില്ല. നമുക്ക് ഇവിടെയാണ് നമുക്ക് പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരാധന നടത്തുന്നുണ്ട്, നമുക്ക് ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. അവിടെ സാന്നിധ്യം ഇല്ല എന്നുള്ള ഏറ്റവും ഒരു വേദനയാണ്. അതുപോലെ രണ്ടാമത്തെ വേദന, നമ്മൾ ചൂടിൻ്റെ ആധിക്യമുണ്ട്, ആ സഹനത്തെക്കാളും വലിയ സഹനമാണ് ദൈവസാന്നിധ്യം ഇല്ലാത്തതെന്ന്. അപ്പം അമ്മ വരും, അമ്മ വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾ സാരമില്ല, നിങ്ങൾക്ക് ഈ സഹനത്തിൽ കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങൾ സ്വർഗത്തിൽ വരും. അപ്പോൾ അവർ ഭാവി വിശുദ്ധരാണ്. അപ്പോൾ അവർക്ക് ഹോപ്പുണ്ട്, അവർ നിരാശയില്ല. ഇത്ര സഹിച്ചാലും പിന്നെ നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് അവർക്ക് നേരത്തെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം അതിനെ സൂചിപ്പിച്ചത് നമ്മൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ഒരു കടമയാണ്. കാരണം നമ്മുടെ ഈ കർത്താവിൻ്റെ മൊദി ശരീരത്തിലെ നമ്മൾ അംഗങ്ങളാണ്. നമ്മുടെ ഒരവയവത്തിന് വേദന വരുമ്പോൾ നമുക്ക് വേദനിക്കണം. ആ വേദന നമ്മൾ കണ്ട് അവരുടെ വേദന കുറയ്ക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ സഹന സഭയിൽ ഉള്ള ആളുകളെ നമ്മൾ അവരെ സ്വർഗത്തിലേക്ക് എത്രയും വേഗത്തിൽ കടത്തി വിടാനുള്ള കടമ നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 10 ഇരട്ടി 100 ഇരട്ടി അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും. കാരണം നമ്മുടെ ഒരു ചാരിറ്റിയാണ്. അതായത് നമ്മുടെ സ്വർഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ച പോലെ സ്വർഗത്തിൽ പരിധിപ്പെട്ടവരാണ്, പക്ഷേ പരിപൂർണരല്ല. അപ്പോൾ അവർ ആകപ്പം ആ പരിപൂർണാകത്തിലേക്ക് വരാനായിട്ടുള്ള നമ്മുടെ സഹായം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരെ സഹായിക്കേണ്ട നമുക്കൊരു കടമയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനത് വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും അവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. പോകുന്നിടത്തെല്ലാം ഇതിനൊരു പറയാറുണ്ട്. തോമസ് അച്ഛ, ഇപ്പം നമ്മുടെ ജോസച്ചൻ പറഞ്ഞല്ലോ, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ പ്രാർത്ഥിച്ച് കയറ്റി വിടേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി മക്കബായരുടെ പുസ്തകത്തിലുള്ള കാര്യം അച്ഛൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചല്ലോ. അതേപോലെ തന്നെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞ ഇത് നമ്മുടെ പുതിയ നിയമത്തിലെ എവിടെയെങ്കിലും പ്രതിപാദിക്കുന്നതായിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഭവിഷ്യന വിശുദ്ധയുടെ ഡയറിയിൽ ഭവിഷ്യന വിശുദ്ധയെ കാവൽമാലാക്ക അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞത് തന്നെ ശുദ്ധീകരണത്തിൽ കൊണ്ടുപോകുന്നതായിട്ടും അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഏറ്റവും ഒരു നൊമ്പരം എന്താണെന്ന് ഭവിഷ്യന ചോദിക്കുമ്പോൾ ആത്മാക്കൾ ഒരേ സ്വരത്തിൽ വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ പറ്റുന്നില്ല, ദൈവത്തെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും നൊമ്പരം എന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പരിശുദ്ധ അമ്മ അവർ സന്ദർശിക്കാൻ വരുന്നതായിട്ടും ഭവിഷ്യനെ കണ്ടിട്ട് പറയുന്നുണ്ട്. ശുദ്ധീകരാത്മാക്കൾ അമ്മയെ സമുദ്രതാരം എന്നാണ് വിളിച്ചിരുന്നത് എന്നും ഭവിഷ്യനെ എടുത്ത് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ മരിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന വഴി പരിത്യാഗ വൃത്യങ്ങൾ വഴി സഹായിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും വ്യാഖ്യാനിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വചനഭാഗം കൂടിയാണിത്. കാരണം തൻ്റെ കാര്യസ്ഥതയിൽ അവിശ്വസ്ത കാണിച്ച ഭൃത്യനെ യജമാനൻ പിരിച്ചുവിടാനായിട്ട് ഒരുങ്ങുന്നു. അതറിയുന്ന കാര്യസ്ഥൻ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ നോക്കുന്നതായിട്ട് ഈശോ പറയുകയാണ്. കടക്കാരെ വിളിച്ച് കടപ്പത്രം എടുത്തിട്ട് തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കാരണം അങ്ങനെ പറയുന്നത്, എൻ്റെ യജമാനൻ എന്നെ പിരിച്ചു വിടുമ്പോൾ എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല, ഞാൻ പുറത്തേക്ക് എനിക്ക് കളിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല, ഭിക്ഷ യാചിക്കാൻ എനിക്ക് ലജ്ജയാണ്, എനിക്ക് ആരും ഇല്ലെന്നാകും. അപ്പോൾ എന്നെ സ്വീകരിക്കാനും സഹായിക്കാനും എനിക്ക് കുറേ സ്നേഹം
സ്നേഹിതരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് കള്ളത്തരമായിട്ട് കടപ്പത്രങ്ങൾ തിരുത്തിച്ചിട്ട് പെരുമാറി. അങ്ങേരുടെ പെരുമാറ്റം അറിഞ്ഞ് യജമാൻ അങ്ങേരെ ശ്ലാഘിച്ചു എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ വായിച്ചു വരും, നമുക്കൊരു ഞടക്കം വരും. അപ്പോൾ കള്ളത്തരം കാണിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താനാണോ ഈശോ ഉപദേശിക്കുന്നത്? മാത്രമല്ല തുടർന്ന് ഈശോ പറയുകയാണ് 8-ാമത്തെ വാക്യത്തിൽ, എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. അപ്പോൾ ഈശോ അതിനെ ശ്ലാഘിക്കുന്നതായിട്ട് പറയുകയാണ്. അവിടെ നമുക്കൊരു കലക്കം വരുന്നു. പക്ഷേ എന്താ ഇതിൻ്റെ അർത്ഥം? അടുത്ത വാക്യം പറയുകയാണ്, 9-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. വീണ്ടും, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ഇവിടെ നല്ല ആഴപ്പെട്ട സൂചനകളുണ്ട്. ഒന്ന് നോക്കിക്കേ, നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കാൻ സ്നേഹിതരെ സമ്പാദിക്കണം. അപ്പോൾ ഈ സ്നേഹിതർ എവിടെയുള്ളവരാണ്? നിത്യകൂടാരങ്ങളുള്ളവരാണ്. നിത്യകൂടാരമെന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് സ്നേഹിതരുണ്ടാക്കുക എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് വിശുദ്ധരെ ഉണ്ടാക്കണം. സ്വർഗത്തിലേക്ക് നമുക്ക് വിശുദ്ധരുണ്ടാക്കാൻ പറ്റും. ആരാ ഇവ സ്നേഹിതരെന്ന് പറയുന്നത്? യജമാനൻ്റെ മുൻപിൽ കടക്കാരാണ്. യജമാനൻ ദൈവമാണ്. യജമാനൻ്റെ മുമ്പിൽ കടം വീട്ടാൻ പറ്റാതെ വിഷമിക്കുന്നു. ഈ കടക്കാരുടെ കടപ്പത്രം ഇരിക്കുന്നത് യജമാനൻ്റെ കസ്റ്റഡിയിലാണ്. അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കാര്യസ്ഥനാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കടക്കാർക്ക് ഈ കടപ്പത്രം എടുത്തിരുത്താനായിട്ട് മാർഗമില്ല. അവിടെ കയറി കിടപ്പാൻ അവർക്ക് വീട്ടാനും പറ്റുന്നില്ല. ഒരു നിസ്സഹായതയിലാണ്. അപ്പോൾ ഈ കടക്കാരായിരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തുള്ളവരാണ്. അവരുടെ കടങ്ങൾ, പാപകടങ്ങൾ പൊറുക്കണമേ. പാപങ്ങളും കടങ്ങളും നമ്മൾ പ്രാർത്ഥന പറയുന്നില്ലേ? ഓരോ പാപം ഒരു കടവും കൂടിയാണ്. അപ്പം ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ള വ്യക്തികൾ അവിടെ കടപ്പത്രങ്ങൾ യജമാൻ്റെ മുമ്പിൽ നിൽക്കുന്നു. പാപത്തിൻ്റെ കടങ്ങൾ അത് അവർക്ക് വീട്ടാൻ പറ്റുന്നില്ല, മായ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് മായ്ക്കാൻ പറ്റുന്ന കാര്യസ്ഥതയിലുള്ളവർ ഭൂമിയിലുള്ള നമ്മളാണ്. നമ്മളെക്കുറിച്ച് വചനം ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കാര്യസ്ഥരാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനാരാ? അത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് ഭൂമിയിലുള്ള സഹകൃതം കാര്യസ്ഥ മാത്രമാണല്ലോ. കൂടെയുള്ളവരും നമ്മുടെ ഉത്തരവാദിത്ത മേഖല എല്ലാം കാര്യസ്ഥ മേഖലകളാണ്. നമ്മൾ 1 കൊരിന്തോസ് 3:5 മുതൽ വായിച്ചപ്പം ഓരോരുത്തരും എപ്രകാരമാണ് പണിയുന്നെന്ന് ഗൗരവം ശ്രദ്ധിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ വയലിലും വീട്ടിലും ജോലി ചെയ്യുന്നവരാ നിങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾക്കിപ്പോൾ കാര്യസ്ഥതയിലാണ്. ഈ കാര്യസ്ഥത മെച്ചം എന്ന് ചോദിച്ചാൽ യജമാനൻ്റെ സകല വസ്തുക്കളുടെ മേൽ ഇപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ അവസരമുണ്ട്. അതുവഴിയായിട്ട് ആ യജമാനൻ്റെ സർവ്വ സമ്പത്തും കൈകാര്യം നമുക്ക് ഇട്ടിരിക്കുന്ന അവസരം സഭയിലാണ്. നമ്മൾ സീറോ മലബാർ കുർബാനക്രമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, സകല സഹായങ്ങളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കട്ടെ. അപ്പോൾ ആ സഭയിലേക്ക് ചെന്ന് കയറി അവിടെ ഈശോ നമുക്ക് വേണ്ടി നേടിവെച്ച കൃപാവരങ്ങൾ, സമ്പത്തുകൾ, അല്ലെങ്കിൽ വിശുദ്ധത നേടിയ സമ്പത്തുകൾ, അതെല്ലാം കൂദാശകളിലൂടെ എടുത്ത് നമുക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ആൾക്കാരുടെ കടപ്പത്രങ്ങൾ വായിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ മരിച്ചവരുടെ ആൾക്കാരുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി നമ്മൾ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം, ത്യാഗങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുമ്പം, മറ്റ് പ്രാർത്ഥനയെ വ്യാപരിക്കുമ്പം അവിടെ കടപ്പത്രങ്ങൾ നോക്കിയിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. പവിഷ്ഠീന വിശുദ്ധരുടെ ഡയറിയിൽ ശുദ്ധീകരാത്മാക്കൾ വന്ന് പ്രാർത്ഥന ചോദിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. ഒരു സിസ്റ്റർ ഹെൻറി മരിച്ചു കഴിഞ്ഞ് പവിഷ്ഠീന ഒരു മഠത്തിൽ കാക്കോല മഠത്തിൽ വന്ന് കഴിഞ്ഞിട്ട് ആ മഠത്തിൽ മരിച്ച ഒരാളാണ് സിസ്റ്റർ ഹെൻറി. ആ ഹെൻറി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പം ആത്മാവ് അതിൻ്റെ അവസ്ഥയിൽ പവിഷ്ഠീനയുടെ പക്കൽ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് ഒരു കുർബാന ചെല്ലാനും ഒരു 3 സുഹൃദേവൻ ചെല്ലാനും എൻ്റെ ആത്മീയപിതാവായ അച്ഛനോട് ഒന്ന് പറയാൻ മദറിനോട് പറയാമോ ചോദിച്ചിട്ട് യാചിക്കുന്നുണ്ട്. പവിഷ്ഠ അത് കേട്ടിട്ട് നേരം വെളുത്ത് വന്നപ്പോൾ അത് ഉറപ്പ് തോന്നിയില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. അടുത്ത ദിവസം അങ്ങനെ ആട്ടം ഓർത്തു. അടുത്ത ദിവസം രാത്രി വീണ്ടും ഈ സിസ്റ്റർ വന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ്. എന്നിട്ടും നേരം വെളുത്ത് വന്ന് പവിഷ്ഠ സംശയിച്ചു, അതിനെ കാണും പറഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചു. അങ്ങനെ നീങ്ങുമ്പോൾ ഈ സിസ്റ്റർ വീണ്ടും കോറിഡോറിൽ വെച്ച് നേരെ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അല്പം വഴക്ക് പറഞ്ഞുകൊണ്ട് പറയും, ഇതൊന്നും പറയാൻ പറ്റാത്ത എന്താ. അപ്പോൾ പോയി പവിഷ്ഠനെ പറയുന്നുണ്ട്, അത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഒരു വിശുദ്ധ കുർബാനയും ഒരു 3 സുഹൃദേവവും ചൊല്ലിയാൽ ഈ സിസ്റ്ററിൻ്റെ കടപ്പത്രം മായും, കടം തീരും, കയറിപ്പോകാൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല.
പക്ഷെ അത് ചെയ്യാൻ ഭൂമിയുള്ളവർക്ക് പറ്റും, അതും ചെയ്യണേ എന്നാണ്. പക്ഷേ എൻ്റെ കടപ്പത്രം ഒന്ന് മായ്ക്കാൻ എൻ്റെ ആത്മപിതാവിനോടൊന്ന് പറയാവോ എന്നാണ് ഈ സിസ്റ്റർ വന്ന് ഈ ഭവിഷ്യനോട് ചോദിക്കുന്നത്. അത് ചെയ്ത് കഴിയുമ്പം ആ സിസ്റ്റർ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഭവിഷ്യത്തിനെ പങ്കുവെക്കുന്ന മറ്റൊരനുഭവത്തിന് ഒരു സിസ്റ്റർ വന്ന് ഇങ്ങനെ മരിച്ച സിസ്റ്റർ വന്ന് ഭവിഷ്യനോട് ആവശ്യപ്പെടുകയാണ്, മദറിനോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ അത് മദറിനോട് പറഞ്ഞിട്ട് മദർ ഒരു ഗൗരവത്തിലെടുക്കുന്നില്ല. പൗസ്റ്റീൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പൗസ്റ്റീനിൻ്റെ പ്രാർത്ഥന വഴി ആ സിസ്റ്റർ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ ആത്മാവ് വന്നിട്ട് പൗസ്റ്റീനെ വന്ന് കെട്ടിപ്പിടിച്ച് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി, നിനക്ക് ശരിക്കും സഹോദര സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് പിരിയുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ പറയും, ഇതുവരെയും ഈ മഠത്തിൽ കുറേ ദുരന്ത സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് ഈ പ്രാർത്ഥന അവഗണിച്ചത് കൊണ്ടാണ് എന്ന് മദറിന് പറയാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇനി അങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല എന്നും അറിയിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. അങ്ങനെ സിസ്റ്റർ പോയി കഴിയുമ്പോൾ ഫൗസ്റ്റീന ഡയറി എഴുതുകയാണ്, പുണ്യവാന്മാരുടെ ഐക്യം എത്രയോ വലിയ കരുത്തുള്ള കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ അനുഭവത്തിലൂടെ മരിച്ചവർക്ക് പ്രാർത്ഥിക്കുമ്പം അവർക്ക് ആശ്വാസം കിട്ടുന്നു, അവർ സ്നേഹിതരായിട്ട് മാറുന്നു. അതാണ് ഈ സിസ്റ്റർ ഫൗസ്റ്റീനെ കെട്ടിപ്പിടിച്ച് സന്തോഷം നന്ദി പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പോകുന്ന ആ സിസ്റ്ററിൻ്റെ ആത്മാവ് നിത്യകൂടാരത്തിൽ ഫൗസ്റ്റീനയുടെ ഏറ്റവും അടുത്ത സ്നേഹിതയായിട്ട് മാറുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ സ്നേഹിതരായിട്ട് അനേകർ നമുക്ക് നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചു കഴിയുമ്പം നമ്മൾ ഈ ഭൂമിയിലെ കാര്യസ്ഥ തീർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നൊരവസ്ഥയുണ്ട്. ഈ കാര്യസ്ഥൻ്റെ ഉപമയിൽ, അവിശ്വസന കാര്യസ്ഥൻ്റെ ഉപമയിൽ എന്താ കോണ്ടക്സ്റ്റ്? യജമാനന് പിരിച്ചു തുടങ്ങുകയാണ്. പിരിച്ചു വിടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് കാര്യസ്ഥ തീർന്ന് പിരിച്ച് വിടപ്പെടുന്ന അവസ്ഥ നമ്മുടെ മരണമാണ്. അപ്പോൾ നമ്മുടെ മരണത്തിൻ്റെ അവസരം വരുമ്പം ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുമ്പം ഒരു വശത്ത് യജമാനൻ്റെ കാര്യസ്ഥത നമുക്കിനി ചെന്ന് കടപ്പത്രം എടുത്ത് തിരുത്താൻ നമുക്ക് അവസരമില്ല, അത് തീർന്നു പോവുകയാണ്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളും ഇതുപോലെ നിസ്സഹായതപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് വേണ്ടി ദൈവസ്ഥാനത്ത് നിരന്തരം പ്രാർത്ഥിക്കാൻ, നമ്മളെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് പോകാനായിട്ട് സ്വർഗത്തിലേക്ക് സ്നേഹിതരെ സമ്പാദിക്കാൻ ഈശോ മനോഹരോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുകയാണ് 9-ാമത്തെ വാക്യത്തിൽ, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങൾ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അത് എന്താണ്? ഇപ്പോൾ ഭൂമി നമുക്കുള്ളതായ ജീവസാഹചര്യങ്ങളാണ്. നമ്മുടെ ആയുസ്, പള്ളിയിൽ പോകാനുള്ള അവസരം, കുദാശ സ്വീകരിക്കാനുള്ള അവസരം, ഉപവാസം എടുക്കാൻ, പ്രാർത്ഥന എടുക്കാനുള്ള അവസരങ്ങൾ, ഈ സാഹചര്യങ്ങളെല്ലാമാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ അധാർമിക സമ്പത്ത് എന്ന് പറയുന്നത്. അധാർമിക സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് തിന്മയുടെ സമ്പത്ത് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഈ ലോകം മുഴുവനും ദുഷ്ടശക്തി വലയത്തിലാണ്. ലോകത്തിൻ്റെ അധിപൻ സാത്താനാണ്. ഭൂമി നമ്മളായിരിക്കുമ്പം ശരീരം, ലോകം, ഇതെല്ലാം നമുക്കെതിരെ പോരാടുന്ന തിന്മയുടെ മേഖലകളായിട്ട് ആത്മീതാക്കന്മാർ വചനമെടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂചനയാണ് അധാർമിക സമ്പത്ത്. അത് കൈവെടിയുന്നൊരവസരം നമ്മുടെ മരണത്തിൻ്റെ അവസരമാണ്, നമ്മുടെ കാര്യസ്ഥ പിരിഞ്ഞു പോകുന്ന അവസരം. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിത്യകൂടാരങ്ങൾ സ്നേഹിതർ വേണം. അപ്പോൾ ഈശോ മനോഹരമായിട്ട് ഉപമയിലൂടെ പറയുന്നത് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പം തോന്നുന്നു. വീണ്ടും ഈശോ പറയുകയാണ് 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. ഭൂമി നമുക്കുള്ളതെല്ലാം ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ ശരീരം, ചെറിയ ആയുഷ്കാലം, ചെറിയ അവസരങ്ങൾ, ചെറിയൊരു സ്പേസ് ജീവിക്കാനുള്ള അവസരം, അതെല്ലാം വിശ്വസ്തർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രീതി നിത്യകൂടാരങ്ങളിലേക്ക് സ്നേഹിതരെ സമ്പാദിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. ഒരുപാട് സന്തോഷം വെച്ചാൽ ഈ അവിശ്വസനായ കാര്യസ്ഥൻ്റെ ഉപമ പലവട്ടം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ശുദ്ധീകരണ അവസ്ഥയിലെ ആത്മാക്കളും നമുക്ക് നമ്മുടെ മരണം കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ കയറ്റിവിടുന്നതും പിന്നീട് നമുക്ക് അവരുടെ പ്രാർത്ഥന കിട്ടുന്നതും, കുറച്ചു മുമ്പ് ജോസച്ചനോട് ശുദ്ധീകരണാത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയപ്പം പറഞ്ഞത് അതുതന്നെയാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. അത് ബൈബിളിൽ ഇത്ര വ്യക്തമായി ലൂക്കയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരുപാട് അറിയത്തില്ല, പലർക്കും അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് പോലും അതൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. അത് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. താങ്ക് യു അച്ഛാ. അതുപോലെ ഈ പഠനാന്തം ചെയ്ത അനുഭവത്തിന് ശേഷം വീണ്ടും പല പ്രാവശ്യം എനിക്ക് ചില തരത്തിലുള്ളതായ സന്ദേശം കിട്ടാറുണ്ട്. അപ്പോൾ ഈ ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ, അവരെന്താണ് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്. അത് ലോകം, പിശാച്, ശരീരം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഓബ്സ്റ്റക്കിൾ. അപ്പോൾ ഈ ലോകത്തെയും നമ്മുടെ പിശാചിൻ്റെയും നമ്മുടെ ദേഹത്തിൻ്റെയും ഈ ആഗ്രഹങ്ങൾ അത് മാറ്റുകയാണുള്ളത് നമ്മളെ ഏറ്റവും വലിയ കടമയാണ്.
അത് നമ്മൾ ചെയ്യണം. നമ്മുടെ ഈ സമരസമയത്തുള്ള നമ്മൾ സമരത്തുള്ള ഇതാണ് ലോകം, പിശാച്, ശരീരം. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇത് തടക്കാണ് ലോക ഇമ്പങ്ങൾ മനുഷ്യൻ വിടുന്നു. എല്ലാവരും ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഇഷ്ടംപോലെ പണം സമ്പാദിക്കുക, ഇഷ്ടംപോലെ ഉണ്ടായി ലോകത്തിൽ സുഖിച്ച് ജീവിക്കുക. അതിനുവേണ്ടി ഏത് മാർഗങ്ങളും സ്വീകരിക്കുക. അങ്ങനെ ദൈവത്തിന് വിട്ട് ഈ ലോക സുഖത്തിന് വേണ്ടി ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ദേഹത്തെ, നമ്മുടെ ജീവിതത്തെ, ഈ ലോക ജീവിതത്തെ നമ്മൾ സന്തോഷിപ്പിക്കുക. അങ്ങനെയാണ് ഇന്നത്തെ ഒരു നല്ല ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നതാണ്. പിന്നെ സാധാരണ പ്രവർത്തനം നമുക്ക് പലപ്പോഴും നമുക്ക് ബന്ധങ്ങളുണ്ടാകും, ഇതുണ്ടാകും. പിന്നെ ലോകത്തിൻ്റെ അട്രാക്ഷൻസ് നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ആളുകളിപ്പോൾ കണ്ടിട്ട് ഇപ്പം നമ്മുടെ ഈ മാധ്യമങ്ങൾ കൂടെ കാണാൻ പറ്റും. പിന്നെ അവർ ഫോക്കസ് അവിടെയാണ്. അവർ സത്യം മുഴുവൻ ലോകത്തിലെ കൊണ്ട് എങ്ങനെ സ്വത്ത് സമ്പാദിക്കാം, എങ്ങനെ നമുക്ക് സുഖജീവിതം നയിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഒരു വാക്കുണ്ട്, അടിച്ചുപിടി ജീവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്തയാണ് ഇന്ന് മനുഷ്യനുള്ളത്. അപ്പോൾ ആ ദൈവിക ചിന്ത മാറി അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഏറ്റവും വലിയ തകരാറാണ്, അതിനുള്ള തടസ്സങ്ങളാണ്. തോമസ് അച്ഛ, ഒരു വ്യക്തി മരിച്ച ഉടനെയാണോ സ്വർഗത്തിലോട്ടോ ശുദ്ധീകരണ സ്ഥലത്തിലോട്ടോ അല്ലെങ്കിൽ നരകത്തിലോട്ടോ പോകേണ്ടി വരുന്നത്? അത് നമ്മുടെ അല്ലെങ്കിൽ അന്ത്യവിധിക്ക് ശേഷമാണോ? കാരണം ബൈബിൾ അന്ത്യവിധിയെക്കുറിച്ച് മാത്രമാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത്, ബൈബിൾ പറഞ്ഞതായിട്ട്. അതിനെക്കുറിച്ച് എന്താ? അതേക്കുറിച്ച് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ 1021, 1022 നമ്പറുകളിൽ പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, തനത് വിധി, മരിക്കുമ്പോൾ തന്നെ ഒരു വിധിയുണ്ട്. അന്ത്യവിധിയെക്കുറിച്ചുള്ള അതിനഭാഗം നമുക്ക് നല്ല സുപരിചിതമാണല്ലോ. അതേസമയം നമ്മൾ കാണുന്നുണ്ട് ഈശോ കുരിശിൽ മരിക്കുമ്പോൾ വലതുവശത്ത് കിടന്ന് അനുതപിച്ച കള്ളൻ, അവനോട് ഈശോ പറയുകയാണ്, നീ ഇന്ന് എൻ്റെ കൂടെ പരദീസയിലായിരിക്കും. അപ്പം അന്ത്യവിധി കഴിഞ്ഞിട്ടല്ല അവൻ ആ അനുതപിച്ച കള്ളൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പം അവിടെ ഒരു സംശയം ചിലപ്പോൾ ചിലർക്ക് ചോദിക്കാറുണ്ട്, അവനൊരു കള്ളനായിരുന്നല്ലോ വെച്ചാൽ അവൻ തന്നെ പറയുന്നുണ്ട് കൂട്ടുകാരോട് സംസാരിക്കുമ്പം നമ്മുടെ പ്രവൃത്തികൾക്കുള്ള തക്ക ശിക്ഷയാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെപ്പോലെ നിഷ്കളങ്കനായ, അത്ര അല്ലെങ്കിൽ പോലും കുരുത്തക്കേടൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ പിടിച്ച് ചുമ്മാ റോമാക്കാർ ക്രൂശിച്ചതാണോ എന്ന് ചോദിച്ചാൽ അവൻ തന്നെ പറയുന്നത് നമ്മുടെ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ. അപ്പോൾ അവൻ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കള്ളനായിരുന്നവൻ എങ്ങനെയാണ് മരിക്കുമ്പോൾ ഉടനെ സ്വർഗത്തിൽ പോകുന്നത്? അപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഇല്ലല്ലോ എന്ന് വാദിക്കാനും ഈ ഒരു വചന ഭാഗം ചില ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. വാസ്തവത്തെക്കുറിച്ച് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്, അവൻ കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ തിന്മകൾക്ക് തക്ക ശിക്ഷയാണ്, നമ്മൾ അർഹിക്കുന്നതാണ് എന്ന് വെച്ചാൽ അവൻ്റെ ആ കുരിശിൽ കടന്ന് ആണിതറച്ച് കടന്നുള്ള ഭീകരമായ വേദനയുടെ സഹനത്തിൻ്റെ അനുഭവത്തെ അവൻ തൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവചിന്തയോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. അതുവഴി അവൻ്റെ ശുദ്ധീകരണം മുഴുവനും ആ നിമിഷങ്ങളിൽ അവന് കടന്നു പോകാനായിട്ട് സാധിച്ചു. അവിടെ ഈശോ അങ്ങനെ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 1-ാം ലേഖനത്തിൽ 23-ാമത്തെ വാക്യത്തിൽ ജീവിച്ച് നിങ്ങളുടെ കൂടെ ആയിരിക്കാനാണോ മരിച്ച് സ്വർഗത്തിലായിരിക്കാനാണോ ഇഷ്ടം എന്ന് പറഞ്ഞ് വരുമ്പോൾ എനിക്ക് മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ് താല്പര്യം എന്ന് അപ്പോസ്തലൻ എഴുതുന്നിടത്തും മരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. അന്ത്യവിധിയോട് കാത്തിരിക്കുന്നതിനെ കുറിച്ചല്ല. അപ്പോൾ തനത് വിധി എന്നുള്ളത് അല്ല, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് സഭ പഠിപ്പിക്കുകയാണ് 1022-ാമത്തെ നമ്പറിൽ. Each man receives his eternal retribution in his immortal soul at the very moment of his death. മരിക്കുന്ന സമയം തന്നെ വിധി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും. In a particular judgment that refers his life to Christ. Either entrance into the blessedness of heaven. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, അത് രണ്ട് രീതിയിലാണ്. ത്രൂ എ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണ സ്ഥലം വഴി, or immediately, or immediate and everlasting damnation, നേരെ നിത്യ നാശത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 3 പോസിബിലിറ്റികൾ മരണസമയത്ത് തന്നെ
ഒരു വ്യക്തിന് പിന്നെ തുറക്കപ്പെടുന്നുവെന്ന് സഭയുടെ മതബോധന ഗ്രന്ഥം 1022 നമ്പറിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരണസമയത്ത് തനത് വിധിയിലൂടെ ഈ ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, അല്ല ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിലേക്ക്, അല്ല നിത്യ അഗ്നിയിലേക്ക് പോകാൻ ഇടവരുന്നുവെന്ന് സഭത്തിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തനത് വിധിയിൽ നമുക്ക് ലഭിക്കുന്ന വിധി പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന അവസരമാണ് അന്ത്യവിധി. നമുക്ക് ശുദ്ധീകരാത്മാക്കളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ശുദ്ധീകരാത്മാക്കളെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് സഭ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1032 നമ്പറിൽ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ദ ചർച്ച് ഓൾസോ കമൻസ് ആംസ് ഗിവിംഗ് ഇൻ്റലിജൻസസ് ആൻഡ് വർക്ക്സ് ഓഫ് പെനൻസ് അണ്ടർടേക്കൺ ഓൺ ബിഹാഫ് ഓഫ് ദ ഡെഡ്. ചർച്ച് ഓൾസോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വഴി സഹായിക്കാൻ പറ്റുമെന്നുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് പുറമെ 3 രീതിയിലും കൂടെ, ഒന്ന് ദാനധർമ്മം വഴിയായിട്ട്, മറ്റൊന്ന് പെനൻസ് വഴിയായിട്ട്, വർക്ക്സ് ഓഫ് പെനൻസ്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പരിഹാരത്രയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമായിരിക്കരുത്, ഇങ്ങനെ ആയിരിക്കണം. ദാനധർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ ആയിരിക്കണം. ഉപവസിക്കുമ്പോൾ, അപ്പോൾ ഇത് 3 പരിഹാരത്രയങ്ങൾ. നമുക്ക് പരമ്പരാഗതമായിട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന അപ്പോഴും നമ്മൾ ആരംഭിക്കുന്നു, കുർബാന, ഒപ്പീസ്, അങ്ങനെയൊക്കെ. വീണ്ടും ഏറ്റവും അടുത്ത ആൾക്കാരെങ്കിലും കുറേ പേര് കുറേ ദിവസത്തേക്ക് നോയമ്പ് എടുക്കുന്നത് നമുക്കറിയാൻ പറ്റും. നോയമ്പ്, പിന്നെ ദാനധർമ്മം ചെയ്യുന്നത്. പണ്ടൊക്കെ മരിച്ചു കഴിയുമ്പോൾ അടക്ക് കഴിയുമ്പോഴേ പള്ളിമുറ്റത്ത് ഇങ്ങനെ പിഷക്കാർ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് ദാനം സ്വീകരിക്കാൻ വേണ്ടി വരുന്ന നമുക്കറിയാം. ഇത് ഈ 3 പരിഹാരത്രയങ്ങൾ വെച്ചുകൊണ്ടുള്ള ശുദ്ധീകരാത്മാക്കളെ മരിച്ചവർക്ക് വേണ്ടി സഹായിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കൂടെ പറയുന്ന കാര്യമാണ് ഇൻ്റലിജൻസസ്, ദണ്ഡവിമോചനങ്ങൾ. ഭാഗികവും പൂർണ്ണവുമായ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് പ്രാപിച്ചെടുത്ത് ശുദ്ധീകരാത്മാക്കൾക്ക് നൽകാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കാരണം തോത്തപത്രം തിരിച്ചു വരുമ്പോൾ അവനെ ആ വീട്ടിൻ്റെ കരുത്തിലേക്ക് കയറ്റിയെടുക്കാനായിട്ട് അപ്പൻ എടുത്തു കൊടുക്കുന്ന മേൽത്തരം ഉടുപ്പ്, ആഭരണം, കൊടുത്ത കാളക്കുട്ടി, ഇത് അപ്പൻ്റെ വകയിലും മൂത്ത പുത്രൻ അധ്വാനിച്ചുണ്ടാക്കിയ വകയിലും വന്ന സമ്പത്താണ്. എന്ന് വെച്ചാൽ സഭയിൽ നമുക്കായിട്ട് നൽകപ്പെടാനായിട്ട് ഈശോ നേരിടുന്ന കൃപാവരങ്ങളും വിശുദ്ധർ നേരിടിച്ച കൃപാവരങ്ങളും ഉണ്ട്. വിശുദ്ധ ജീവിതം വഴി സമ്പാദിച്ചതുണ്ട്. അതിനകത്തൊന്നും നമുക്കെടുത്ത് തരാനായിട്ട് സാധിക്കും. അത് സഭയ്ക്ക് അധികാരമുണ്ട്. പത്രോസിനോട് ഈശോ പറയുന്നുണ്ടല്ലോ, നീ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. ഭൂമിയിൽ സഭയെ ഈശോ അധികാരം താക്കോൽ കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ, പത്രോസിനെ ഏൽപ്പിക്കുമ്പോൾ സഭയുടെ നിക്ഷേപാലയം തുറന്ന് പത്രോസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൊടുക്കാനുള്ള അവകാശം കൂടെ ആ താക്കോലോട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് മാർപ്പാപ്പ കാലാകാലങ്ങളിൽ സഭയുടെ നിക്ഷേപാലയത്തിൽ നിന്നും തൻ്റെ മക്കൾക്ക് ഇങ്ങനെ സ്വീകരിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. അതാണ് പൂർണ്ണ ദണ്ഡവിമോചനം, അല്ലെ ഭാഗ്യ ദണ്ഡവിമോചനം. അപ്പോൾ ശുദ്ധീകര അവസ്ഥയിൽ നമ്മൾ മോചനത്തിലേക്ക് വരാനായിട്ട് സഹനത്തിൽ കൂടെ, ദണ്ഡനത്തിൽ കൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് ദണ്ഡ കാലഘട്ടം. അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കും, നമുക്ക് വേണ്ടി പ്രാപിക്കാൻ പറ്റും, മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാപിക്കാനായിട്ട് പറ്റും. അതും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് സഭയുടെ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസച്ച, തോമസ് അച്ച, ശുദ്ധീകരാത്മാക്കളെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും അനുഭവത്തിൽ നിന്നും വചന വെളിച്ചത്തിൽ നിന്നും സഭയുടെ പ്രബോധത്തിൽ നിന്നും വ്യക്തമാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഈശോ പ്രിയ സഹോദരരെ, നമുക്ക് ഈ കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.